നിലമ്പൂരിൽ വൈദ്യുതി കെണിയിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ട അനന്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട നാട്ട് ഇടവഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാട്ടിനുള്ളിലാണ്. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന സ്ഥലത്താണ് ആ നീര് അരുവിയുള്ളത്. ആ ഭാഗത്താണ് ഈ വൈദ്യുതി കെണി ഉണ്ടായിരുന്നത്. മീൻ പിടിക്കുന്നതിന് വേണ്ടി രാത്രിയോടുകൂടി ഇവിടെ ഒന്നിച്ച് കളിച്ച ശേഷം അനന്തുവും കൂടെ ഉണ്ടെന്ന കുട്ടികളും ഇവിടെ എത്തുന്നു. അതിനുശേഷം ഈ നീരരുവിയിലേക്ക് ഇതുവഴി താഴേക്ക് ഇറങ്ങി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇവിടേക്ക് ഇറങ്ങി നേരെ അരുവിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അവിടെയാണ് മീൻ പിടിക്കാൻ അവർ ശ്രമിച്ചത്. ആ ഭാഗത്താണ് ഈ വൈദ്യുതി കെണി ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കവേഡ് ലൈൻ പോകുന്നത്. ABC ലൈൻ എന്ന് പറയും. അതിൻ്റെ ഒരു ഭാഗം എൻഡിൽ കവേഡല്ലാത്ത ഭാഗമുണ്ട്. അവിടെ നിന്നാണ് കമ്പി ഉപയോഗിച്ച് ഈ കെണി തീർത്തയാൾ ഈ അരുവിയിലേക്ക് വെള്ളം വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കെണി ഒരുക്കിയത്. ആ കെണി ഒരുക്കിയ ഭാഗം, അതായത് കുട്ടികൾ ഇവിടേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഈ വഴി വന്ന് ഇവിടെ മീൻ പിടിക്കാൻ ശ്രമിച്ചതായിരിക്കാം. ആ ഘട്ടത്തിൽ അനന്തുവിൻ്റെ ശരീരത്തിലേക്ക്, അനന്തു ഈ ഭാഗത്തേക്ക്, ഈ കുരുക്കിലേക്ക്, ഈ കമ്പിയിലേക്ക് വീണു എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വയറിലാണ് ഈ കമ്പി കമിഴ്ന്ന് ഈ വയറിൻ്റെ ഭാഗത്തേക്ക് അനന്ത് വീഴുകയായിരുന്നു. അനന്ത് പിടയ്ക്കുമ്പോഴേക്കും മറ്റ് കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുരുങ്ങുന്ന അവസ്ഥയിലേക്ക് അനന്ത് മാറി. തുടർന്നാണ് മറ്റ് ഓടിപ്പോയി ഈ ലൈനിലെ ഫീസ് ഊരാനുള്ള ശ്രമം മറ്റുള്ളവർ നടത്തിയത്. വിളിച്ചു പറഞ്ഞ് ഫീസ് ഊരിയെന്ന് പറയുന്നു. മറ്റൊരാൾ ഓടിപ്പോയി ഫീസ് ഊരി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ദാരുണമായ സംഭവത്തിന് ഇടയാക്കിയ അരുവിയുടെ ഭാഗം ഇവിടെയാണ്. അവർ ഒന്നിച്ച് ഫുട്ബോളൊക്കെ കളിച്ച ശേഷം രാത്രിയോടുകൂടി ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നു. അതിനുശേഷം ഈ അരുവിയിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാനോ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. ഇവിടെയാണ് ലൈന് ഈ ഭാഗത്തേക്ക്, കാട്ടുപന്നികളൊക്കെ സഞ്ചരിക്കുന്ന, രാത്രികാലങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇങ്ങനെ കെണി ഒരുക്കുന്നത്. ഈ പന്നികളെ പിടിക്കുന്നതിനോ മറ്റ് കാട്ടുജീവികളെ, വന്യവർഗ്ഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെണി ഒരുക്കുന്നത്. ഈ പ്രതി ഇങ്ങനെ പന്നികളെ പിടിക്കുന്നയാളാണ് എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിലും മറ്റ് നാട്ടുകാരിൽ നിന്നും ലഭിച്ച മൊഴികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭാവി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു കുട്ടിയാണ് അനന്തു. ആ കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ ഗൗരവതരമായ കുറ്റകരമായ നരഹത്യക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നുവെന്ന് ലഭിക്കുന്ന സൂചനകളാണ്. അദ്ദേഹം ഉടൻ തന്നെ ഫോൺ വിളിച്ച് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മറ്റാരോടോ സംസാരിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫോൺ രേഖകൾ വഴിയുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു, കുട്ടികൾ ദാരുണമായി ഈ കെണിയിലേക്ക് വീണിട്ടുണ്ട് എന്ന വിവരം ഈ പ്രതി തന്നെ അറിഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ ഒരു കൗതുകത്തിന് വേണ്ടിയും കുട്ടികളുടെ ഒരു ഉത്സാഹത്തിന് വേണ്ടിയൊക്കെ തന്നെ അവധി ദിവസങ്ങളിൽ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ വരുന്നത് സ്വാഭാവികമായി നടക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ കുട്ടികളൊക്കെ പാസ് ചെയ്യുന്ന, കടന്നു പോകുന്നൊരു ഭാഗത്ത് ഇങ്ങനെ പന്നിക്ക് വേണ്ടിയിട്ടുള്ള കുരുക്ക്, വൈദ്യുതി കെണി ഒരുക്കിയതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അത് കാരണം നഷ്ടമായത് ഒരു കുരുന്ന് ജീവനാണ്. അത്ഭുതകരമായി മറ്റ് 2 കുട്ടികൾ രക്ഷപ്പെട്ടു. ആകെ ഉണ്ടായിരുന്നവർ അനന്തു മാത്രമാണ് ഈ വെള്ളത്തിലേക്ക് വീഴുകയും മറ്റുള്ളവർ കരയിലേക്ക് തെറിച്ച് വീണു എന്നതാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷേ കമ്പിയുടെ പുറത്തേക്ക്, വയറിൻ്റെ ഭാഗത്തേക്ക് ഈ വൈദ്യുതി കെണി ഭാഗത്തേക്ക് വീഴുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഈ ഭാഗത്ത്, ഈ അരുവിയുടെ ഭാഗത്ത് നിന്നാണ് ഈ വിവരങ്ങൾ നമുക്ക് കൈരളി ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.